ഹലോ, എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. വേറെ എവിടേക്കുമല്ല, കൊറിയർ ഓഫീസിലേക്കാണ്. എനിക്ക് ലക്ഷദ്വീപിക്ക് ഒരു ഡ്രസ്സ് അയക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കൊറിയർ പാക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഇത് അവർക്ക് ഇതിന് വേണ്ടി ചെയ്ത വർക്കാണ്, അപ്പം നമുക്ക് കൂടുതൽ ലാഗ് ആക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് മാത്രമായിട്ട് കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ ഇത് മാത്രമായതുകൊണ്ട് ഞാൻ പിന്നെ ബാഗിൽ അങ്ങോട്ട് ഒതുക്കി. പിന്നെ ഏതായാലും പുറത്ത് പോവല്ലേ, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നല്ലേ ഈ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സംഭവം മൂഞ്ചാനുള്ള പോക്കാണ് പോണത്. അതൊക്കെ എന്താണെന്ന് വയ്യേ മനസ്സിലായിക്കോളും. അരമണിക്കൂർ കാത്തിരുന്നിട്ടാണ് ബസ് കിട്ടിയത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ബസ് കിടന്ന് ഓടും. അങ്ങനെ എന്തായാലും ബസ് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ബട്ടൺ ഹൗസിലേക്കായിരുന്നു. അവിടുന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ കൊറിയർ ഓഫീസിലേക്കാണ് പോയത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുള്ളൂ. വെറുതെ ഓട്ടോറിക്ഷ കയറിയതാണ്. ഓട്ടോയിൽ കയറിയ ദൂരം കൊണ്ടാണെന്ന് തോന്നുന്നു. ആളെന്റെ ക്യാഷ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെയാണ് നമുക്ക് മൂഞ്ചിയത്. DTDC വഴി ലക്ഷദ്വീപിക്കൊന്നും കൊറിയർ പോകില്ല എന്നുള്ള സത്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ കയറി ക്യാഷ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ എന്റെ ചുട്ടുമണിക്ക് കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ പമ്പേഴ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് കുറച്ച് ഇൻട്രോവേർട്ടിന്റെ അസുഖം ഉണ്ടായതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വരുമ്പോൾ ബസ്സിൽ നമുക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ അങ്ങനെ കിട്ടിയില്ല. എന്റെ കയ്യിലുള്ള സാധനം ഞാൻ ഒരു താത്താന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയൊക്കെ ഞാൻ അമ്മാന്റെ അടുത്ത് തണുത്ത സർബത്ത് ചോദിച്ചു. അമ്മക്ക് പിന്നെ ഈ എസ്തെറ്റിക് ഒന്നും അറിയാത്തതുകൊണ്ട് കപ്പിലാണ് വെള്ളം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സർബത്ത് കുടിക്കണത് അതിന്റെ ചുട്ടുമണി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവക്കും കുറച്ച് കൊടുത്തു. അപ്പൊ അത്രയ്ക്കുള്ള വിശേഷങ്ങൾ. അപ്പൊ ഓക്കെ, ബൈ.